തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. ഇപ്പോഴും ഇത് ഈ പഴകിത്തുരുമ്പിയ ഈ വാക്കുകളുമായി ആരാണ് അഴിമതി നടത്തുന്നത്, അധികാരമില്ലാതെ അഴിമതി എങ്ങനെ നടക്കുന്നു എന്ന് ഇവിടെ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ചാവക്കാട് നഗരസഭയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ടെന്നാരോപിച്ച കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മിനി വാഗമൺ ശുചീകരണത്തിന് 3.50 ലക്ഷം രൂപയും പുളിച്ചിറക്കെട്ട് നവീകരണത്തിന് 50 ലക്ഷം രൂപയും അനുവദിച്ചതിൽ അഴിമതി നടന്നതായി പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപനാണ് യോഗത്തിൽ ആരോപണമുയർത്തിയത്. രേഖകളിൽ പ്രവൃത്തി കാണിക്കുന്നുണ്ടെങ്കിലും സ്ഥലത്ത് 15 ലക്ഷം രൂപയുടെ പണി പോലും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കലാകാരനായി നഗരസഭാ ചെയർമാൻ മാറിയെന്നും അഴിമതിയുടെ കൂത്തമ്പലമാണ് നഗരസഭയെന്നും ഗോപപ്രതാപൻ ആരോപിച്ചു. കഴിഞ്ഞ 10-ാം തീയതി നടന്ന ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ 24-ാം വാർഡിലെ വാഗമൻ എന്ന് പറയുന്ന നഗരസഭ പേരിട്ടിട്ടുള്ള മിനി വാഗമൻ എന്ന പദ്ധതിക്ക് 3.5 ലക്ഷം രൂപ ചെലവ് വന്നു എന്ന് പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ചപ്പോൾ അത് അടുത്ത കൗൺസിലിൽ അജണ്ടയായി ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ പറഞ്ഞു. അടുത്ത കൗൺസിലിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് 12 കൗൺസിലർമാർ ഒപ്പിട്ട് കൊടുത്ത ആ നിവേദനത്തിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ സപ്ലിമെൻ്ററി അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ ആ അജണ്ട മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ മിനി വാഗമൻ എന്ന സ്ഥലത്ത് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന ഈ നഗരസഭാ അധികാരികൾ ഞങ്ങൾ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു 50,000 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നഗ്നമായ അഴിമതിയാണ് ഈ മിനി വാഗമണിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മണത്തല പുളിച്ചിറക്കെട്ട് 50 ലക്ഷം രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് അവിടെ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും അവിടെ നീന്തൽക്കുളം കൊണ്ടുവരുന്നതിന് വേണ്ടിയും പറഞ്ഞ് 50 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അവിടെ 15 ലക്ഷം രൂപയുടെ ചെലവ് പോലും വന്നിട്ടില്ല. വൻ അഴിമതിയാണ് ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ AH അക്ബർ രംഗത്തെത്തി. അധികാരമില്ലാതെ അഴിമതി നടത്തി തെളിയിച്ചവരാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. ആരാണ് അഴിമതി നടത്തുന്നത്, അധികാരമില്ലാതെ അഴിമതി എങ്ങനെ നടക്കുന്നു എന്ന് ഇവിടെ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അത്രമാത്രം കളങ്കിതമായ വികൃതമായ മുഖമുള്ള ആളുകൾ ചാവക്കാട് നഗരസഭയിൽ വന്ന് അഴിമതിരഹിതമായ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. കളങ്കിതമായതും വികൃതമായതുമായ മുഖങ്ങളാണ് നഗരസഭയിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഗോപപ്രതാപന്റെ ശൈലിക്കനുസരിച്ച് മറ്റുള്ള അംഗങ്ങൾ അടിമപ്പെട്ടു എന്നാണ് പറയേണ്ടതെന്ന് AH അക്ബർ പറഞ്ഞു. ഈ പ്രതാപന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിക്ക് ബാക്കിയുള്ളവരൊക്കെ അടിമപ്പെട്ടു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയായ നടപടിയല്ല, തിരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതേസമയം സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ കൌൺസിൽ പ്രമേയം പാസാക്കി. വികേന്ദ്രീകരണത്തെ തകർക്കുന്ന ഈ നടപടി തിരുത്തണമെന്ന് ചെയർമാൻ AH അക്ബർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.